ടോപ്പിക്ക് സ്ട്രീം സൈഫർ ആൻഡ് ബ്ലോക്ക് സൈഫർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ അതിന് മുന്നേ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടേംസ് ആണ്. എന്താണ് കൺഫ്യൂഷൻ, എന്താണ് ഡിഫ്യൂഷൻ എന്നുള്ളത്. സോ കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻക്രിപ്ഷൻ കീയും അതുപോലെ തന്നെ സൈഫർ ടെക്സ്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ എത്രയധികം കോംപ്ലക്സ് ആക്കി മാറ്റാമോ അത്രത്തോളം കോംപ്ലക്സ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കൺഫ്യൂഷൻ. അതായത് എൻക്രിപ്ഷൻ കീയും സൈഫർ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷൻ ഒരു കൺഫ്യൂഷനിലാക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഫർ ടെക്സ്റ്റും പ്ലെയിൻ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഒബ്സേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ദറ്റ് മീൻസ് ഹിഡൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സൈഫർ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കീ ജനറേറ്റ് ചെയ്യാനോ എൻക്രിപ്ഷൻ അൽഗോരിതം ഏതാണ് ഉപയോഗിച്ചത് എന്നുള്ളത് തിരിച്ചറിയാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗസ് ഉണ്ടാവാം. അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള മെത്തേഡ് ആവരുത് എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. സോ കൺഫ്യൂഷൻ്റെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ എൻക്രിപ്ഷൻ്റെ ആ ഒരു മെത്തേഡും അല്ലെങ്കിൽ എൻക്രിപ്ഷൻ അൽഗോരിതം അല്ലെങ്കിൽ കീയും ദെൻ അതുപോലെ തന്നെ നമ്മുടെ സൈഫർ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം കോംപ്ലക്സ് ആക്കാമോ അത്രത്തോളം കോംപ്ലക്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സൈഫർ ടെക്സ്റ്റും പ്ലെയിൻ ടെക്സ്റ്റും ആയിട്ട് ഒരു റിലേഷനും ഒരു പെട്ടെന്ന് തന്നെ ഒരു അസംഷനിലൊന്നും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ ക്രിപ്റ്റ് അനാലിസിസ് ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ടേമാണ് ഡിഫ്യൂഷൻ. സോ ഡിഫ്യൂഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ എത്രമാത്രം അതായത് പ്ലെയിൻ ടെക്സ്റ്റിൽ ഉള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് അത് അത്രയും മാത്രം നമ്മുടെ സൈഫർ ടെക്സ്റ്റിലും അഫക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ ഒരൊറ്റ ബിറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 50% ഓഫ് സൈഫർ ടെക്സ്റ്റിൽ അത് അഫക്റ്റ് ചെയ്യണം. പ്ലെയിൻ ടെക്സ്റ്റിലുള്ള ഒരു ബിറ്റ് ചേഞ്ചും സൈഫർ ടെക്സ്റ്റിൽ സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് ഡിഫ്യൂഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ അതായത് നമുക്ക് ഒരു അറ്റാക്കേഴ്സ് വരുമ്പോഴത്തേക്കും അവരിൽ ഒരു ചെറിയൊരു ചേഞ്ച് അവർക്ക് കിട്ടുന്ന പ്ലെയിൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയാലും അവർ ജനറേറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അവർ അസ്യൂം ചെയ്ത് ജനറേറ്റ് ചെയ്തെടുക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് ആ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് പോലെ ആകരുത് എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ട്രാൻസ്പൊസിഷൻ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ള എൻക്രിപ്ഷൻ അൽഗോരിതംസ്. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ബിറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഒരൊറ്റ ബിറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈഫർ ടെക്സ്റ്റിൻ്റെ ഹാഫ് ഓഫ് ദ ബിറ്റ്സും എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്കലി ചേഞ്ച് ചെയ്യണം. ആൻഡ് സിമിലർലി സൈഫർ ടെക്സ്റ്റിൻ്റെ ഒരു ബിറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഹാഫ് ഓഫ് ദ ബിറ്റ്സും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്തിരിക്കണം. സോ അതാണ് ഡിഫ്യൂഷൻ ആയിട്ട് പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിളാണ് ട്രാൻസ്പൊസിഷൻ സൈഫറും പി ബോക്സും. ദെൻ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബൈനറി ഡിജിറ്റ് അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റിൻ്റെ ഒരു ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് കീയുടെ സെവറൽ പാർട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഡിപ്പെൻഡൻസ് നമുക്ക് അല്ലെങ്കിൽ അറ്റാക്കേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല, അസ്യൂം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ട് വേണം കൊടുക്കാൻ. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറും അല്ലെങ്കിൽ എസ് ബോക്സും. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കാണ് സ്ട്രീം സൈഫേഴ്സ് ആൻഡ് ബ്ലോക്ക് സൈഫേഴ്സ്. സോ ഇത് രണ്ടും എന്താണ്, നമ്മുടെ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോറിതംസ്, രണ്ട് തരത്തിലുള്ള ഒരു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോറിതംസ് ആണ്. സോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റയ്ക്ക് കോൺഫിഡൻഷ്യാലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് സൈഫേഴ്സ് എന്ന് പറയുമ്പോൾ ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആയിട്ടാണ് നമ്മുടെ ഡേറ്റയെ എൻക്രിപ്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത് ബ്ലോക്സ് പെർ ബ്ലോക്സ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. പക്ഷേ സ്ട്രീം സൈഫേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓരോ ബൈറ്റുകളായിട്ടോ ആയിരിക്കും. സോ ബ്ലോക്ക് സൈഫർ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എൻക്രിപ്റ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ചങ്ക്സ് എന്ന് പറയാം. ദെൻ സ്ട്രീം സൈഫർ എന്ന് പറയുമ്പോഴത്തേക്കും എൻക്രിപ്റ്റിംഗ് ഇൻഫർമേഷൻ ബിറ്റ് ബൈ ബിറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ബ്ലോക്ക് സൈഫേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ബ്ലോക്ക് സൈഫർ എന്ന് പറയുന്നത് അൽഗോരിതത്തിലെ ഒരു ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതമാണ്. സോ നമ്മുടെ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്സ് ഓഫ് ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് ഫിക്സഡ് സൈസ് സൈഫർ ടെക്സ്റ്റ് ബ്ലോക്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമേഷൻ പലതരത്തിലുള്ള പല സീരീസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ റൗണ്ടുകളിലൂടെയാണ് ഇത് പോസിബിൾ ആക്കുന്നത്.
സോ അതിനായിട്ട് പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്പർ ഓഫ് സീക്വൻഷ്യൽ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ക്രിപ്റ്റോഗ്രഫിക് കീ ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. സോ അതാണ് ബ്ലോക്ക് സൈഫറിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റിൻ്റെ പല പല ബ്ലോക്കുകളായിരിക്കും. ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അത് റിസീവറിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്താണ്, സെയിം ക്രിപ്റ്റോഗ്രഫിക് കീ ഉപയോഗിച്ചിട്ട് തന്നെ ഒറിജിനൽ ആ സൈഫർ ടെക്സ്റ്റിനെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ കഴിയും. സോ ഇത് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു ഫിഗറാണ്. സോ നമ്മളിവിടെ എനിക്കുള്ള ഡേറ്റേനെ ഞാൻ 64 ബിറ്റ്സ് ഉള്ള 3 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഈ 3 ബ്ലോക്കിലും ഒരു കീ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നത്. 64 ബിറ്റ്സ് ഉള്ള സൈഫർ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് റിസീവറിലേക്ക് അയക്കുന്നത്. സോ ഇതാണ് ബ്ലോക്ക് സൈഫറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. മറ്റൊരു ഫിഗർ കൂടി പറയാം. ഇതാണ് ബേസിക് ബ്ലോക്ക് സൈഫറിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ പ്ലെയിൻ ടെക്സ്റ്റ് ഡേറ്റ, ബ്ലോക്ക് സൈഫർ എൻക്രിപ്ഷൻ അൽഗോരിതം ഉണ്ടാവും. അതിലേക്ക് നമ്മൾ കീ കൂടി കൊടുക്കുമ്പം കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ആകും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്ക് സൈഫർ അൽഗോരിതംസ് ആണ് ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്, DDES അല്ലെങ്കിൽ 3DES എന്ന് പറയും. ദെൻ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, AES, ഐഡിയ, ഇന്റർനാഷണൽ ഡേറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം, ബ്ലോഫിഷ്, ടൂഫിഷ് ആൻഡ് RC5. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ദെൻ സ്ട്രീം സൈഫർ. അപ്പോൾ സ്ട്രീം സൈഫർ എന്ന് പറയുന്നതും ഇതുപോലെ ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതമാണ്. അവിടെ മെസ്സേജസിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഡേറ്റേനെ എടുത്തിട്ടായിരിക്കും നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബിറ്റ് ഓഫ് ഡേറ്റ അറ്റ് എ ടൈമിൽ പ്രോസസ്സ് ചെയ്യുന്നുള്ള രീതിയിൽ, ഒരു ബിറ്റോ അല്ലെങ്കിൽ ഒരു ബൈറ്റോ അറ്റ് എ ടൈമിൽ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻക്രിപ്റ്റ് ചെയ്യാൻ എന്ത് വേണം, കീ വേണം. സോ കീയുടേതും നമുക്ക് കീക്കും എന്താണ്, ഒരു കീ സ്ട്രീം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഡേറ്റ സ്ട്രീമിൻ എന്ന് പറയുന്നത് പോലെ തന്നെ കീയുടെ ഒരു സ്ട്രീം ഓഫ് കീസും നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രീം സൈഫർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈഫർ ദാറ്റ് എൻക്രിപ്റ്റ്സ് വിത്ത് ദ ഫ്ലോ, ദ ഡേറ്റ ഫ്ലോ. അതെങ്ങനെയാണോ ആ രീതിയിൽ തന്നെയായിരിക്കും അതിനെ എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ ബ്ലോക്ക് സൈഫറിൽ എന്ന് പറയുമ്പോൾ ഓരോ ബ്ലോക്കായിട്ട് കൊടുക്കും. പക്ഷേ സ്ട്രീം സൈഫറിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടോ ആയിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോൾ നിങ്ങൾ ഓരോ ബിറ്റായിട്ട് കാണാൻ പറ്റും. അവിടെ കീ സ്ട്രീം ജനറേറ്റർ എന്ന് പറയുമ്പോഴും ഒരു സ്ട്രീം ഓഫ് കീസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്മുടെ ഇൻപുട്ട് ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സ്ട്രീം അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റിൻ്റെ ഒരു സ്ട്രീമാണ് ജനറേറ്റ് ആകുന്നത്. സോ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രീം സൈഫർ അൽഗോരിതം ഉണ്ട്. ദെൻ കീയും യൂസ് ചെയ്തൊരു കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലെയിൻ ടെക്സ്റ്റ് ഡേറ്റയായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ആകുന്നത്. സോ സ്ട്രീം സൈഫേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് സാൽസ 20, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. ചാച്ച 20 ഉണ്ട്, ഇത് സാൽസ 20യുടെ തന്നെ മോഡിഫൈഡ് വേർഷൻ ആണ്. ദെൻ വയർലെസ് നെറ്റ്വർക്കിൽ RC4ഉം സെല്ലുലാർ നെറ്റ്വർക്കിൽ A5 എന്ന് പറയുന്ന എൻക്രിപ്ഷൻ സ്കീമും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ബ്ലോക്ക് സൈഫേഴ്സിൻ്റെയും സ്ട്രീം സൈഫേഴ്സിൻ്റെയും കോമൺ ആയിട്ടുള്ള കമ്പാരിസൺ ഒന്ന് നോക്കാം. സോ ലെങ്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്ട്രീം സൈഫറിൽ ബിറ്റ് ഓർ ബൈറ്റ് ആയിട്ടായിരിക്കും ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ബ്ലോക്ക് സൈഫറിലാണെങ്കിൽ ബ്ലോക്ക് സൈസിലാണ്, ലൈക്ക് 64 ബിറ്റ്സ് അല്ലെങ്കിൽ 128 ബിറ്റ്സ്, അങ്ങനെ 256 ബിറ്റ്, അങ്ങനെ ആ ഒരു ബ്ലോക്ക് ആയിട്ടായിരിക്കും ഡേറ്റയെ പ്രോസസ്സിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഡിസൈൻ വെച്ചിട്ട് നോക്കുമ്പോൾ സ്ട്രീം സൈഫറിൻ്റെ ഡിസൈൻ ആണ് കോംപ്ലക്സ് ആയിട്ടുള്ളത്, ബ്ലോക്ക് സൈഫറിൻ്റെ കുറച്ചുകൂടി സിമ്പിൾ ആണ്. ദെൻ സ്ട്രീം സൈഫറിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സൈഫർ ടെക്സ്റ്റും എൻക്രിപ്ഷൻ കീയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിരിക്കും. ദെൻ ബ്ലോക്ക് സൈഫറിൽ കൺഫ്യൂഷനും ഡിഫ്യൂഷനും യൂസ് ചെയ്യുന്നുണ്ട്. സ്പീഡിന് ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീം സൈഫർ ആയിരിക്കും കുറച്ചുകൂടി ഫാസ്റ്റർ ആസ് കമ്പയർഡ് ടു ബ്ലോക്ക് സൈഫർ. ദെൻ എൻക്രിപ്ഷൻ സ്കീം എന്ന് പറയുന്നത് സ്ട്രീം സൈഫറിൽ സൈഫർ ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫീഡ്ബാക്കും അവൈലബിൾ ആണ്. ദെൻ ബ്ലോക്ക് സൈഫറിലാണെങ്കിൽ ECB, ഇലക്ട്രോണിക് കോഡ് ബുക്കും അതുപോലെ തന്നെ സൈഫർ ബ്ലോക്ക് ചെയിനിങ്ങുമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡിക്രിപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് XOR മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രീം സൈഫറിൽ. ബ്ലോക്ക് സൈഫറിൽ റിവേഴ്സ് ഓഫ് എൻക്രിപ്ഷൻ എന്താണോ ഉപയോഗിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും ബ്ലോക്ക് സൈഫറിൽ റിസീവർ സൈഡിൽ നടക്കുക. ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് സ്ട്രീം സൈഫേഴ്സിന് എക്സാമ്പിൾ ആണ് വേർണം സൈഫർ. ദെൻ ബ്ലോക്ക് സൈഫറിന് എക്സാമ്പിൾസ് ആണ് DES, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡും AES എന്ന് പറയുന്ന ഡേറ്റ എൻക്രിപ്ഷൻ അൽഗോരിതംസ്.